ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നൊരു ചെറിയ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ്. അപ്പോൾ ഇതാ രാവിലെ തന്നെ എണീച്ച് വീട്ടിൽ വിരിഞ്ഞ് പൂ വയ്ക്കാൻ ഞാൻ നോക്കി. പിന്നെ അതിനുശേഷം നേരെ പോയത് ഫ്രിഡ്ജിൻ്റെ അടുത്തേക്കാണ്. അപ്പം ഇന്നലെ ഉണ്ടാക്കിയ പായസം ഉണ്ടായിരുന്നു, നല്ല പാലട പായസം. അപ്പം അത് കഴിച്ചു. പിന്നെ അതിനുശേഷം ആദ്യം മുറ്റത്തേക്ക് തന്നെ ഇറങ്ങി. എന്നിട്ടിതാ എൻ്റെ ചെടികളും പൂക്കളും ഒക്കെ നോക്കി. എനിക്ക് കുറേ തുളസി ചെടികളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നോക്കി. മഴയായ കാരണം കുറേയൊക്കെ ചീഞ്ഞു പോയിരുന്നു. ഇപ്പം കുറേയൊക്കെ ശരിയായി വരുന്നുണ്ട്. പിന്നെ ഇതാണ് എൻ്റെ കറിവേപ്പില ചെടി. ഇത് ഒരു ചട്ടിയിലുള്ളതാണ്, ഇനി വേറെ ചട്ടിയിലുണ്ട്. ഇത് എന്ന് പറയുമ്പോൾ കുറേ വർഷമായി, ഇത് എനിക്ക് തോന്നുന്നു ഒരു 5-6 വർഷമായി ഈ കറിവേപ്പില ചെടി. ഇതും ചട്ടിയിൽ നട്ടതാണ്, പക്ഷേ ഇത് നമുക്ക് ഇപ്പോഴും കറിവേപ്പില തന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അങ്ങനെ അടുത്ത ചെടി കാണാം. ഇതാണ് പാപ്പാത്തി ചെടി. ഇതിൻ്റെ ഇല കാണാൻ നല്ല ഭംഗിയില്ല, നല്ല കളർഫുൾ ആയിട്ടുള്ള ഇലയാണ്. അപ്പം പാപ്പാത്തി ചെടിയെ നോക്കി. പിന്നെ ഇതെൻ്റെ മുളക് ചെടി. ഇത് കുറേ കാലമായി, ഇതിൽ ഇതുവരെ പൂ പോലും ഇട്ടിട്ടില്ല. ഇത് മുറുകൂടി ചപ്പ്. ഇത് നമ്മൾ മുറിവിനൊക്കെ പറ്റിയാൽ നമ്മളതിങ്ങനെ എടുത്ത് ഉപയോഗിക്കാറുണ്ട്, അതിൻ്റെ നീര്. പിന്നെ ഇതാരാണെന്ന് മനസ്സിലായോ? ഇതാണ് നമ്മളെ കറ്റാർ വാഴ. നല്ല ഓലക്കണ്ണി പോലത്തെ കറ്റാർ വാഴയാണ്. അതിന് ഇത്രയും സൈസാകുന്നുള്ളൂ, എന്താണെന്നറിയില്ല. പിന്നെ ഇതാണ് എൻ്റെ റോസ് പൂ. അപ്പോൾ കുഞ്ഞ് മുട്ടൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിനുള്ള വെയിറ്റിംഗ് ആണ്. അങ്ങനെ അടുക്കളയിലേക്ക് പോയപ്പോൾ അമ്മ നല്ല ചിക്കൻ കറിയൊക്കെ ആക്കുന്നുണ്ട്. പിന്നെ നേരെ എൻ്റെ മീനിൻ്റെ അടുത്തേക്ക് പോയി, എൻ്റെ ഗോൾഡ് ഫിഷ്. അപ്പോൾ എൻ്റെ അമ്മയാണ് ഗോൾഡ് ഫിഷിന് ഫുഡൊക്കെ കൊടുക്കാറ്. പിന്നെ ഇനി നമ്മുടെ വള്ളയപ്പമൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ കറിയും കൂട്ടി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. നല്ല സൂപ്പർ ടേസ്റ്റായിരുന്നു. അമ്മേൻ്റെ ചിക്കൻ കറി നല്ല സ്പെഷ്യൽ ടേസ്റ്റ് ചിക്കൻ കറിയാണ്. അപ്പോൾ അങ്ങനെ വെള്ളയപ്പമൊക്കെ കഴിച്ചു. ഇനി ഒരാളെയും കൂടി പരിചയപ്പെടുത്തി തരാം. ഇതാണ് എൻ്റെ പൂച്ച. അപ്പോൾ പൂച്ച ഇപ്പോൾ രാവിലെ തന്നെ വന്നിട്ടുണ്ട്. പുറത്തേക്ക് നടക്കാനൊക്കെ പോയിട്ട് ഇപ്പോൾ രാവിലെ എത്തിയിട്ടുണ്ട്. ഇനി മീൻകാരന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ് പൂച്ചക്ക്. അപ്പോൾ മീൻ നോക്കി ഇങ്ങനെ ഇരിക്കും. ഞാൻ തടവി കൊടുക്കുന്നൊക്കെ ഉണ്ട്. അങ്ങനെ മീൻകാരനെ നോക്കിയിരിക്കുക. മീൻകാരൻ്റെ സമയം എങ്ങാനും തെറ്റാൽ പിന്നെ പൂച്ചക്ക് ഭയങ്കര സങ്കടമായിരിക്കും. അങ്ങനെ ഉച്ചയായപ്പോൾ ബിരിയാണി ആയിരുന്നു ഇന്നത്തെ ഫുഡ്. അപ്പോൾ ബിരിയാണിയും സാലഡും, പിന്നെ ബിരിയാണി എന്ന് പറയുമ്പോൾ തന്നെ വായിൽ വെള്ളം വന്നു. ബിരിയാണിയും സാലഡും പിന്നെ ചമ്മന്തിയൊക്കെ കൂട്ടി തിന്നും. പപ്പടം അമ്മ ആക്കുന്നുണ്ടായിരുന്നു, പക്ഷെ എനിക്ക് ക്ഷമയില്ലാത്തതുകൊണ്ട് ഞാൻ വേഗം തിന്നു. അങ്ങനെ വൈകുന്നേരമായപ്പോൾ ഒരു കപ്പ് ചായ കുടിച്ചു. ചായൻ്റെ കൂടെ ഈ ടൊമാറ്റോ പഫ്സും കൂടി കഴിച്ചു. നല്ല കിഡിലും ടേസ്റ്റുള്ള സാധനമാണ്. അപ്പോഴാണ് അമ്മ പറഞ്ഞത് ബാക്കി ബിരിയാണി ഉണ്ടെന്ന്. എന്നാൽ പിന്നെ ബിരിയാണിയും കൂടി ചായക്ക് കൂട്ടാമെന്ന് വിചാരിച്ച് അങ്ങനെ ബിരിയാണിയും കഴിച്ചു. നല്ല ടേസ്റ്റി അമ്മേൻ്റെ സൂപ്പർ ബിരിയാണിയാണ്. അങ്ങനെ ചായ കുടിയും കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ രാത്രിയായപ്പോൾ നമ്മുടെ ബിരിയാണിയൊക്കെ തീർന്നിരുന്നു. അപ്പോൾ അമ്മ സാമ്പാർ വെച്ചു. സാമ്പാറും പിന്നെ ഓംലെറ്റ് ഉണ്ടായിരുന്നു. സാമ്പാറും ഓംലെറ്റും കൂട്ടി ചോറ് തിന്നു. അങ്ങനെ ചോറൊക്കെ തിന്നു. ഇന്നത്തെ ദിവസം കഴിഞ്ഞു. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഒരു കുഞ്ഞു ഡേ ഇൻ മൈ ലൈഫ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബൈ.